വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ട്രോയ് ടെക് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിമിംഗ് ടോപ്പിക്കുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ കളിക്കുന്ന മിക്ക ഫ്രണ്ട്സും ഒരു 2 GB 3 GB അല്ലെങ്കിൽ ഒരു 4 GB റാമിലൊക്കെ ആയിരിക്കും ഇത് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ലാഗും നല്ല ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ഫോണിൽ കളിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ ലാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രെയിം ഡ്രോപ്പ് എങ്കിലും ഇല്ലാതെ നിങ്ങൾക്കൊരു 4 GB റാമിൽ താഴെയുള്ളൊരു ഫോണിൽ കളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫോണിൽ കോൾ വരുന്നതും നോട്ടിഫിക്കേഷൻസ് വാട്സാപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതും എല്ലാം നിങ്ങൾക്ക് അനോയിങ് ആയിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ പരിഹാരം കാണാനായിട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹാൻഡ് ക്യാം വീഡിയോ ആണ് ചെയ്യുന്നത്. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹാൻഡ് ക്യാം ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓക്കെ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. നമ്മുടെ ഗെയിമിംഗ് മോഡ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗെയിമിംഗ് മോഡ് ദ അൾട്ടിമേറ്റ് ഗെയിം എക്സ്പീരിയൻസ് ബൂസ്റ്റർ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ടയ്ക്ക് ലാഗ് കുറയ്ക്കാനായിട്ട് പറ്റും. എൻ്റെ ഫോണിൻ്റെ ലാഗ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 GB റാമിൽ നല്ല ലാഗോടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ടല്ലോ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടണില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോണിലെ ആപ്പുകളിൽ നിന്ന് ഗെയിംസ് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഡാർക്ക് മോഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡാർക്ക് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് മോഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതിലെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഗെയിംസ് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ നിന്നാണ് ആഡ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻസും അവിടെ കാണാനായിട്ട് പറ്റും. അവിടുന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഗെയിം മാത്രമല്ല ഇഷ്ടമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും എടുക്കാം. അപ്പോൾ ഞാനിവിടെ പബ്ജി മൊബൈൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ 2 സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഇൻഡിവിജ്വൽ സെറ്റിങ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മേളിലെ ഈ ഒരു ബട്ടണിലെ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടോ, ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ആപ്സ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇത് എനേബിൾ ചെയ്തിട്ടാൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ജി മൊബൈൽ കളിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനും അത് ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് റാമും CPU യൂസേജും എല്ലാം പബ്ജി മൊബൈലിന് തരും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസേജ് ആക്സസ് ഒന്ന് പെർമിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ കണ്ടോ, ഇപ്പോൾ അത് എനേബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആണ്. അത് നിങ്ങൾക്ക് പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതോ എനേബിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമ്മുടെ ഓട്ടോ റിജക്റ്റ് കോൾ. ഇത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളൊന്നും വന്ന് നിങ്ങൾക്ക് അനോയ് ആവത്തില്ല. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ബ്ലോക്കിംഗ്, അത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലെയും ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്ത് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കാം. ഞാൻ ഒരുപാട് തവണ ഈ നോട്ടിഫിക്കേഷൻ കാരണം ചത്തിട്ടുണ്ട് പബ്ജി മൊബൈൽ. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് പോയിട്ട് നമുക്ക് കണ്ടോ ഈ ഒരു പ്ലേ ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പബ്ജി മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏത് സെർവർ ഉപയോഗിച്ചാണ് ക്രേറ്റ് ഓപ്പണിങ്ങിൽ റെയർ ഐറ്റംസ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സൗത്ത് കൊറിയൻ സെർവറാണെന്ന് പറഞ്ഞിരുന്നു. സൗത്ത് കൊറിയൻ സെർവർ ഉപയോഗിച്ച് ഒരു
ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ലെജൻഡറി അല്ലെങ്കിൽ ഒരു എപ്പിക് ഐറ്റം കിട്ടുന്നതിനെക്കുറിച്ച് ഞാനൊരു പ്രൂഫ് നിങ്ങൾക്ക് തന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൂഫാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്കിതിൽ ഒരു ഗണ്ണിൻ്റെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെയർ ഐറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെയർ ഐറ്റമിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 100 ടൈംസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. 100 ടൈംസ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ക്രേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. യെസ്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ UMP എൻ്റെ ഒരു കിട്ടിലൊരു സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൗത്ത് കൊറിയൻ സെർവർ ഉപയോഗിച്ച് ക്രേറ്റ് ഓപ്പണിങ്ങിന് ബെസ്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായും വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കിഡിലൻ ട്രിക്സ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക് ടോപ്പിക്സും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാഗുള്ള ഫോണിൽ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ ഗെയിമിംഗ് മോഡ് എന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ 2GB റാമിലല്ല നിങ്ങൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ 2GB കളിക്കുന്ന ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊന്ന് എത്തിച്ചു കൊടുക്കുക, അവർ സ്മൂത്തായിട്ട് കളിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് PUBGയുടെ സെൻസിറ്റിവിറ്റി, അതായത് ഏതൊരു സ്കോപ്പ് ഉപയോഗിച്ചും നമുക്ക് ഗൺസിൽ മാക്സിമം റീക്കോയിൽ കുറഞ്ഞ് ഫയർ ചെയ്യുന്ന അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഏതൊരു ഫോണിലും സ്യൂട്ടാവുന്നൊരു സെൻസിറ്റിവിറ്റി, അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ്സാവാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ഒരു ബെല്ലൈക്കൺ, അതൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.